ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ അത് നമ്മൾ മുള്ളോട് കൂടിയൊക്കെ കഴിക്കുന്നത് നല്ലതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതിനെ നമുക്കിന്ന് തേങ്ങ അരച്ചിട്ട് നല്ല കറിയായിട്ട് വെക്കാം കേട്ടോ. അതായത് നമ്മുടെ കുഴമ്പ് രൂപത്തിലൊക്കെ വെക്കത്തില്ലേ, അതുപോലെ. അപ്പോൾ അതിനായിട്ട് ഞാൻ വീട്ടിൽ നിന്നിട്ടുള്ള പുളിഞ്ചിക്കയൊക്കെ അടുത്തെടുത്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇരുമ്പം പുളി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ നെത്തോലി മീനും തൊണ്ടൻ പച്ചമുളകും നമ്മുടെ പുളിഞ്ചിക്കയൊക്കെ നന്നായിട്ട് കീറി ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു കൈപ്പിടിയോളം തേങ്ങ, നമ്മുടെ നെത്തോലി മീനിനെ കറി വയ്ക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് അതിൻ്റെ അരപ്പ് മതി കേട്ടോ. ഒരുപാടങ്ങ് ലൂസാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങ ചിരകിയതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചെറുള്ളി ചേർക്കാനടുത്ത് ഞാൻ കുഞ്ഞ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കുറച്ച് അരപ്പ് മാത്രം മതിയാകും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂണോളം പുളി, നമ്മുടെ പിഴിഞ്ഞെടുക്കത്തില്ലേ വെള്ളം, അതും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള, കണ്ടില്ലേ, നല്ല കുഴമ്പ് രൂപത്തിലുള്ള നെത്തോലിക്കറി റെഡി ആയിട്ടുണ്ട്.